നമ്മുടെ മുഖ്യമന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാറ്, ഇവർക്കൊക്കെ ഒരു വേദി കിട്ടിക്കഴിഞ്ഞാൽ ഇവരുടെ ഉള്ളിൽ കിടക്കുന്ന വർഗീയ വിഷം അറിയാതെ തള്ളി തള്ളി പുറത്തോട്ട് വരും. ഇവര് വിചാരിക്കുന്നത് ഇവർ ഭയങ്കര മതേതരത്വമാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെയല്ല. നിങ്ങൾ തള്ളി കൊടുക്കുന്നത് നല്ല എ ക്ലാസ് വർഗീയ വിഷമാണ്. നമ്മുടെ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും തള്ളിയ എ ക്ലാസ് വിഷവാക്കുകളൊന്ന് കേട്ടു. മുസ്ലിങ്ങൾ ഭരതനാട്യം പഠിക്കരുതെന്നും ഹിന്ദുക്കൾ ഒപ്പനയിൽ പങ്കെടുക്കരുതെന്നും പറഞ്ഞ് കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് നാം കണ്ടതാണ്. നമ്മുടെ രാജ്യത്ത് കുട്ടികളുടെ ക്രിസ്മസ് കരോളിന് നേരെ പോലും ആക്രമണം നടത്തുന്നത് നാം കണ്ടു. ചിലയിടങ്ങളിൽ ക്രിസ്മസിന്റെ അവധി എടുത്തു കളഞ്ഞ കാര്യവും നമ്മുടെ ശ്രദ്ധയിലുള്ളതാണ്. എവിടെയും മതത്തിന്റെ പേരിൽ കലാപമുണ്ടാക്കാൻ 11ാം ക്ലാസ്സിലെയും 12ാം ക്ലാസ്സിലെയും പുസ്തകങ്ങൾ വരും വർഷങ്ങളിൽ പരിഷ്കരിക്കും. കുട്ടികൾ പഠിക്കേണ്ട ചരിത്രശാസ്ത്ര ഭാഗങ്ങൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ വെട്ടിമാറ്റിയപ്പോൾ ആ ഭാഗങ്ങൾ ഉൾപ്പെടുത്തി ബദൽ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കി കുട്ടികളെ പഠിപ്പിച്ച ഏക സംസ്ഥാനം കേരളമാണെന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിലെ സാധാരണക്കാരായ കുട്ടികൾക്ക് അർഹതയുള്ള 1065 കോടി രൂപ കേന്ദ്ര സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അത് ലഭിച്ചില്ലെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് ഒരു കുറവും വരാതെ നോക്കുവാൻ ഈ സർക്കാർ തയ്യാറായി. സാർ പേര് മാറ്റുന്നത് മാത്രമല്ല, മുഹമ്മദ് എന്നൊരു പേരെഴുതിയതിന് ഒരു അധ്യാപകന്റെ കൈയും കാലും വെട്ടിക്കളഞ്ഞ അയാളുടെ ഭാര്യ ആത്മഹത്യയിലേക്കും ഒടുവിൽ അയാൾക്ക് ജീവിക്കാൻ പോലും ഒരു വഴിയില്ലാതെ വഴിയാധാരമാക്കുകയും ചെയ്ത ഒരു പാരമ്പര്യം കേരളത്തിലുണ്ട് സാർ. പ്രണയം നടിച്ച് മതപരിവർത്തനം നടത്തി ISIS തീവ്രവാദികൾക്ക് വേശ്യാവൃത്തി ചെയ്യാൻ വിട്ടുകൊടുത്ത സ്ത്രീകളും ഈ കേരളത്തിൽ നിന്നാണ് സാർ പോയത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കാനല്ല മറ്റു മതാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്നും മതാടിസ്ഥാനത്തിൽ വസ്ത്രം ധരിക്കാനുമാണെന്നും പറഞ്ഞ് വാശി പിടിച്ച കുട്ടികൾക്ക് വേണ്ടി വാദിച്ച മന്ത്രിയുള്ള കേരളമാണ് സാർ ഇത്. ഇതൊക്കെ പറയാനും വേണ്ടി നട്ടലുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനെങ്കിലും എന്നെങ്കിലും കേരളത്തിലുണ്ടാവും. ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ? നിങ്ങൾക്ക് RSSനെ പറയാം, BJP പറയാം, ഹിന്ദുത്വം എന്നൊക്കെ ഒച്ചത്തിൽ പറയാന്നല്ലാതെ മറ്റു മതങ്ങളുടെ കാര്യം എത്തുമ്പോൾ നിങ്ങൾ എല്ലാവരും വാലും ചുരുട്ടി നിങ്ങൾ വീട്ടിയിരിക്കും. ഒരെണ്ണത്തിന് വാക്കകത്ത് നാവുണ്ടോ എന്ന് അറിയണമെങ്കിൽ അണ്ണാക്ക് വലിച്ചു പുറന്ന് നോക്കണം, എന്നാലും നാവ് കാണില്ല. കലോത്സവം തുടങ്ങാൻ നേരത്ത് ഇതുപോലുള്ള വിഷവാർത്തകളല്ലാതെ കുട്ടികൾക്ക് ആശംസ നേർന്നുകൊണ്ട് നല്ല 4 വാക്കുകൾ പറഞ്ഞു പോയാൽ നിങ്ങൾക്ക് എന്താ നഷ്ടപ്പെട്ടു പോകാനുള്ളത്? നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ്? നിങ്ങൾ ദാ ഹിന്ദുത്വത്തെ എതിർക്കാൻ പോകുന്നു, നിങ്ങൾ ദാ BJP എതിർക്കാൻ പോകുന്നു, RSSനെ എതിർക്കാൻ പോകുന്നു. അങ്ങനെയല്ല. അവിടെ സംഭവിക്കുന്നത് നിങ്ങൾ ഈ പറഞ്ഞ വാക്കുകൾക്ക് വിപരീതമായിട്ടും മറ്റു സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടില്ലേ? അതൊക്കെ എന്തുകൊണ്ട് നിങ്ങളാരും പറയുന്നില്ല എന്ന് ഞങ്ങൾ ബാക്കിയുള്ളവർ പറയേണ്ടി വരും. അത് നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ടിയും വരും. പക്ഷെ ഒരു കലോത്സവ വേദിയിൽ ഇതാണോ സാർ പ്രസംഗിക്കേണ്ടത്? സുരേഷ് ഗോപിയുടെ മറുപടിയാണ് പക്ക. മറ്റ് രാഷ്ട്രീയപരമായ പരാമർശങ്ങൾക്ക് ഇതിന്റെ ഒരു ഗരിമ, ഇതിന്റെ ഒരു അന്തസ് നിലനിർത്തുന്നതിന് വേണ്ടി മറുപടി പറയാൻ വേണ്ടി ഞാൻ ഇവിടെ മുതിരുന്നില്ല. പക്ഷെ അതിനൊക്കെ വ്യക്തമായ ജനങ്ങൾക്ക് അറിയുന്ന മറുപടിയുണ്ട്. ജനങ്ങൾക്ക് ഇതിന്റെ എല്ലാം പിന്നില് കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാം. അത് കൂടുതൽ രമ്യതയിൽ തന്നെ പോകണമെന്നാണ്. പക്ഷേ സത്യം ജനങ്ങളെ അറിയിച്ചുകൊണ്ടുള്ള രമ്യതയിൽ പോകണം. ഈ വേദിയുടെയും ഇത് കുഞ്ഞുങ്ങളുടെ മാത്രം അവകാശമാണ്. അതിൽ മറ്റൊരു വിഷയങ്ങളെ സംബന്ധിച്ചും മറുപടിയോ അല്ലെങ്കിൽ പ്രതിപാദിക്കാനോ ഞാൻ തയ്യാറല്ല എന്നും അറിയിച്ചുകൊണ്ട് ഒരുപാട് സന്തോഷം ശിവൻകുട്ടി ചേട്ടൻ എന്നെ ഈ ചടങ്ങിന് വിളിച്ചതിനും